Ladies and gentlemen, this is Adarsh and welcome to my Kanedi. മാണ്ടി ബംഗാരം ഇണ്ടി ബംഗാരം എന്നെയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. തെലുങ്കില് അണ്ടി പറഞ്ഞ ഏറ്റവും അടിപൊളി വാക്കാണ്. കേട്ടില്ലേ? കൂച്ചണ്ടി, പൂച്ചാണ്ടി. ഇപ്പൊ ഞാൻ തെലുങ്കിലാണ് ജനിച്ചത് വെച്ചാൽ ആദർശ് അണ്ടി, സൂപ്പർ അണ്ടി എന്ന് അവര് തന്നെ പറഞ്ഞിട്ടുണ്ടാവും. സമന്തയുടെ 100 കോടി അടിച്ച പടമാണ് ഇണ്ടി ബംഗാരം. ഇപ്പൊ ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. തെലുങ്ക് പടമാണ്, പക്ഷെ ബാക്കിയുള്ള ലാംഗ്വേജും അവൈലബിൾ ആണ്. കുറെ ആയി സമന്തയുടെ ഒരു പടം കണ്ടിട്ട്, എത്ര കാലമായി. ഭയങ്കരമായിട്ട് സമന്തയെ മിസ് ചെയ്തിട്ടൊന്നുമില്ല. കാരണം ഞാൻ സമന്തയുടെ ഡൈഹാർഡ് ഫാനേ അല്ല. ഇവിടെ ഇത് ഭയങ്കര ഓവർ റേറ്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പേഴ്സണലി 100 കോടി അടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതിനുള്ള സംഭവം ഒന്നും ഞാൻ ഈ പടത്തിൽ കണ്ടില്ല. ഭാഷയുടെ ഒരു ലേഡി വേർഷൻ അല്ലെങ്കിൽ ഒരു 144p അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഇത് നടക്കുന്നത് ചന്ദനമഴ യൂണിവേഴ്സിലാണ്. ഈ പട്ടുസാരി ഉടുത്തിട്ട് ചാണകം കോരാൻ പോവുക, പട്ടുസാരി ഉടുത്തിട്ട് ചോറ് വെക്കാൻ പോവുക, പട്ടുസാരി ഉടുത്തിട്ട് പാല് കറക്കാൻ പോവുക, ആ ഒരു യൂണിവേഴ്സിലാണ് ഈ പടം നടക്കുന്നത്. ഇത് എന്തക്കാലത്തിൽ നടക്കുന്ന പടമാണെന്ന് എനിക്കറിയില്ല. തക്കാളിക്കൊക്കെ കിലോ 1 രൂപയേ ഉള്ളൂ. നമ്മുടെ സമന്തയുടെ പേര് സ്വർണം അക്ക തങ്കം അക്ക ജാൻസി. ആളുടെ ഹസ്ബൻഡ് ഒരു ഡോക്ടറാണ്. സമന്തയെ കെട്ടി പറഞ്ഞിട്ട് ഈ ചെറുക്കനെ വീട്ടിൽ കയറ്റുന്നില്ല. നീണ്ട 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇവര് വീട്ടിൽ പോവാണ്. നമ്മുടെ മുസാഫിർ ഓഫ് ടൈഗർ അങ്ങേരാണ് സമന്തയുടെ അമ്മായിയപ്പൻ, ഗൗതമിയാണ് അമ്മായിയമ്മ. പിന്നീട് നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ സിനിമ പറഞ്ഞു പോണത്. എനിക്കിത് സമയം പോവാനില്ലെങ്കിൽ മാത്രം കാണാവുന്ന ഒരു പടമായിട്ടാണ് പേഴ്സണലി തോന്നിയത്. ആദ്യമൊക്കെ ഈ സിനിമ ഭയങ്കര രസമായിരുന്നു. അതായത് സമന്തയുടെ ഈ മറ്റേ കോമഡി സീൻസ്, ആദ്യമുള്ള ആക്ഷൻ സീക്വൻസ്, ഇതൊക്കെ അടിപൊളിയായിരുന്നു. എന്നാ ഒരു ഫ്ലാഷ് ബാക്ക് പോർഷനിലോട്ട് പടം പോകുന്നു. സമന്ത ആരായിരുന്നു, സമന്ത എന്തായിരുന്നു, പെരിയ അപ്പാട്ടക്കർ ആയിരുന്നു എന്നൊക്കെ കാണിക്കുന്നത്. ഭയങ്കര ഇമോഷണൽ ആക്കുന്ന സീനാണ്. കണ്ടപ്പോ ഒരു തേങ്ങയും തോന്നിയില്ല, ഒന്നും തോന്നിയില്ല. സമന്ത ഈ ആക്ഷൻ സീക്വൻസ് ഒക്കെ ചെയ്യാൻ പെട്ടെന്ന് ഇപ്പൊ റീസെന്റ് ആയിട്ട് സിറ്റാഡൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതില് വരെ. എന്നാൽ ഇമോഷണൽ സീൻസ് വരുമ്പോ ഭയങ്കര മെലോ ഡ്രമാറ്റിക് ആണ്. ഇടയ്ക്ക് ക്യൂട്ട്നെസ് ഒക്കെ കയറി വരും. ഇവൻ സിറ്റാഡല്ലോ അതന്നെയായിരുന്നു പ്രശ്നം. ഗുൽഷൻ ദേവയ്യയുടെ പടങ്ങൾ കാണുന്നവർക്ക് അറിയാം, അങ്ങേര് കിടു പെർഫോമർ ആണ്. ഒരു പടം ഉണ്ട് കേട്ടോ, അങ്ങേര് 8 AM മെട്രോ. കാണാത്തവരെ ഉണ്ടെങ്കിൽ കണ്ടോ, പെട്ട സാധനം. അങ്ങേരാണ് ഇതില് വില്ലനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. കരുണ ഡയറക്ടർ അങ്ങേരോട് ഒരു കാരുണ്യവും കാണിച്ചിട്ടില്ല, ഒന്നും ചെയ്യാനില്ല അങ്ങേർക്ക്. അങ്ങേരൊക്കെ പീക്ക് കോമാളിയായിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ടുവേർഡ്സ് ഇന്റർവെല്ലിൽ ഒരു സീനുണ്ട്, ഇങ്ങേര് ഭയങ്കര കൊടൂര ക്രൂരനാണ് കാണിക്കാൻ വേണ്ടിയിട്ട് ഏഷ്യൻ പെയിന്റ്സിന്റെ ചോപ്പ് പെയിന്റ് എടുത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് ഒഴിക്കുന്നുണ്ട്. ഒരു ന്യൂസ് ആർട്ടിക്കിൾ കാണിക്കുന്നുണ്ട്, 10-20 പേരെ കൊടൂര ക്രൂരമായി കൊന്നു. ഒരു തേങ്ങയും തോന്നിയില്ല. ടുവേർഡ്സ് സെക്കൻഡ് ഹാഫ് ഒക്കെ ആയപ്പോ ഭയങ്കര പ്രെഡിക്റ്റബിൾ, വലിപ്പിക്കൽ, വെറുപ്പിക്കലാണ് ഈ പടം ഉണ്ടായിരുന്നത്. അവസാനത്തെ 30 മിനിറ്റ് ഒക്കെ വൻ വെറുപ്പിക്കലായിരുന്നു. ടുവേർഡ്സ് ലാസ്റ്റ് ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്. ഞാൻ ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോ ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ പടമാണെന്ന് വിചാരിച്ച്. എന്നത് അങ്ങനെയൊന്നും അല്ല, 2-3 എണ്ണേ ഉള്ളൂ. ലാസ്റ്റത്തെ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, 1 vs 10,000. ഇതെന്താ ബാലയ്യ പടം? ബാക്കിയുള്ള ഫൈറ്റ് സീക്വൻസ് റിയലിസ്റ്റിക് ആണെന്നല്ല, ബട്ട് ദാറ്റ് വാസ് നൈസ്. നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. ഇത് കോമാളിത്തരായിരുന്നു. ഇതൊക്കെ ഭയങ്കര കോമഡി ആക്കിയവര്. സോ പെർഫോമൻസ് വൈസ് നോക്കുകയാണെന്ന് വെച്ചാൽ സമന്ത ഞാൻ പറഞ്ഞു ആക്ഷൻ സീക്വൻസ് ആൻഡ് കോമഡി ഒക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. ഇമോഷണൽ സീൻസ് ഒക്കെ പറ്റ ശോകമായിരുന്നു. ഗുൽഷൻ ദേവയ്ക്ക് ഒന്നും പെർഫോം ചെയ്യാനേ ഇല്ല. സമന്തയുടെ ഹസ്ബൻഡ് ആയിട്ട് ഒരു ചങ്ങായി അഭിനയിച്ചിട്ടുണ്ട്, ഡോക്ടർ. ആൾ അങ്ങോട്ട് കാശ് കൊടുത്ത് അഭിനയിച്ചാണോ തോന്നുന്നു, ലോക നിർഗുണൻ. മുസാഫിർ അണ്ണന് വലുതായി പെർഫോം ചെയ്യാനില്ല. ഗൗതമിക്ക് 2 ഡയലോഗ് എന്തോ ഉള്ളത്. സിനിമയെ കാണാന്നുള്ള രീതിയിലോട്ട് ആക്കിയത് സമന്തയുടെ പെർഫോമൻസ് തന്നെയാണ്. സ്റ്റിൽ 1 കിടു പെർഫോമൻസ് അല്ലെങ്കിൽ 100 കോടി അടിക്കേണ്ട പടമായിട്ടൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. പെദ്ദി രാംചരന് നാഷണൽ അവാർഡ് കൊടുക്കണം, പെദ്ദിയിലെ പെർഫോമൻസ് മറ്റും നടക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഈ പടം 100 കോടിയല്ല 15,000 കോടി അടിച്ചാലും അത്ഭുതവും ഇല്ല. എന്നാൽ നല്ല നല്ല ചെറിയ സിനിമയുണ്ട് തെലുങ്കിൽ, ക്വാളിറ്റി സ്റ്റഫ്. അതൊന്നും എവിടെയും എത്തൂല്ല. സന്തോഷ് നാരായണനാണ് ഇതിൽ മ്യൂസിക് വർക്ക് ചെയ്തിരിക്കുന്നത്. ചില പോർഷൻസിൽ നൈസായിരുന്നു, ബാക്കി ഓവറോൾ ആവറേജ് മ്യൂസിക് വർക്ക് ആയിട്ടാണ് തോന്നിയത്. ഇതിൽ റൊമാൻസും പരിപാടിയൊന്നുമില്ല, വളരെ നല്ല കാര്യം. അല്ലെങ്കിൽ ഈ സിനിമയിലെ കുറെ പോർഷൻസ് വന്നിട്ട് വലിപ്പിക്കലാണ്. അതിൻ്റെ റൊമാൻസ് കുത്തിക്കേറ്റാനായിട്ടാണ്. സമന്ത ഹസ്ബൻഡിനെ എങ്ങനെ കണ്ടു, എങ്ങനെ കിട്ടി, അതൊന്നും ഇവര് കാണിക്കില്ല. വളരെ നല്ല കാര്യം.
സമന്തയുടെ വായെ കയറി വെടിവെച്ചാലും സമന്ത മരിക്കില്ല. സൂപ്പർമാന്റെ പുനർജന്മാണോ എന്ന് അറിയില്ല. സോ എനിക്ക് ഈ പടം സമയം പോണില്ലെങ്കിൽ കാണാവുന്ന ഒരു സിനിമയായിട്ടാ തോന്നി, അല്ല വൻ സംഭവമായിട്ടും തോന്നില്ല. 100 കോടി അടിക്കേണ്ട പടമായിട്ട് ഒരിക്കലും തോന്നിയില്ല. സോ വേണ്ടവര് കണ്ടു നോക്കുക. മാ ഇൻഡി ബംഗാരം സ്ട്രീമിംഗ് ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ.